നമസ്കാരം. വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ബനാന സ്വീറ്റ് വട. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നന്നായി പഴുത്ത നേന്ത്രപ്പഴം 1 കപ്പ്, പൊരി 1 കപ്പ്, പഞ്ചസാര 1/2 കപ്പ്, ഏലക്ക പൊടിച്ചത് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇതിൽ കപ്പിലെ അളവ് മുന്നുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാനിതിൽ പറയാണ് 250 ml. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നേന്ത്രപ്പഴം നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. അതായത് ചെറിയ ജാറിലിട്ടിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. അതായത് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാരയുടെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു 1/2 കപ്പ് ചിലപ്പോൾ വേണ്ടി വരില്ല. കാരണം പഴത്തിൻ്റെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് അതിനനുസരിച്ച് ചേർക്കാം. ഇത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുള്ള അതാണ്. അതിലേക്ക് നമുക്ക് പൊരി പൊടിച്ചത് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്യാം. ഒറ്റയടിക്ക് നമുക്കത് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 2ഓ 3ഓ പ്രാവശ്യമായിട്ട് നമുക്കിത് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്കിത് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിൽ പഴത്തിൻ്റെ വലിപ്പം മധുരം അതിനൊക്കെ അനുസരിച്ചാണ് പഞ്ചസാര. ഇത് കുഴച്ചതിന് ശേഷം നിങ്ങൾക്ക് മധുരം കുറവാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടിച്ച് ചേർക്കാൻ പറ്റും. അതല്ല നിങ്ങൾ മുഴുവൻ പഞ്ചസാര ചേർത്ത് മധുരം കൂടി കഴിഞ്ഞാൽ അതിൽ പിന്നെ മധുരം കുറയ്ക്കുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ പഞ്ചസാര ആയാലും പൊരി ആയാലും കുറേശ്ശെ ചേർത്ത് അതിന് ആവശ്യത്തിനനുസരിച്ച് മാത്രം ഉപയോഗിക്കാം. ഞാൻ ഇതിൽ ഒരു നുള്ളുപ്പ് ചേർക്കണുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ മധുരത്തിൻ്റെ ലെവല് കറക്റ്റ് ആക്കാനാണ്. അത് നമ്മൾ ഏത് മധുരത്തിൻ്റെ ഡിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്കതിലൊരു നുള്ളുപ്പ് എപ്പോഴും നല്ലതാണ്. അപ്പം നമുക്കത് ആ മധുരത്തിൻ്റെ ലെവല് നമുക്കത് കറക്റ്റാക്കി കിട്ടും. ഇനി നമുക്ക് വട ഉണ്ടാക്കാനായിട്ട് ഇത് ഇപ്പോൾ ഈ കുഴച്ച് വെച്ച മാവിൽ നിന്ന് അതിൽ കുറേ ചെറിയ ഉരുളകൾ നമുക്കാക്കാം. ചെറിയ ഇതിന്ന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കില്ലേ, അതുപോലെ നമുക്കിത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വയ്ക്കാം. ഞാനിവിടെ ഉരുളകൾ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്കിത് ഈ ഉരുളകളൊക്കെ എടുത്തിട്ട് ചെറുതാക്കി ഒന്ന് പരത്താം. ഇത് നമ്മൾ പരിപ്പ് വടയ്ക്കൊക്കെ പരത്തണ രീതിയിൽ, അതായത് കയ്യിൻ്റെ നടുഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ പരത്തണതായിരിക്കും ഇത്തിരി കൂടി നന്നാവുക. അതല്ല ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടം. അങ്ങനെ കയ്യിൽ വെച്ച് പരത്താൻ പറ്റാത്തവർക്ക് ഒരു ഇലയിലോ അല്ലെങ്കിൽ ഒരു കിണ്ണം കമത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഇത്തിരി മെഴുക്ക് പരത്തിയിട്ടായാലും പരത്താൻ പറ്റും. പക്ഷെ ഇങ്ങനെ കൈ കൊണ്ട് പരത്തുന്നതാണ് ഇത്തിരി കൂടി എളുപ്പം. ഇനി കയ്യിലും ഒട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ തടവിയിട്ട് കയ്യിൻ്റെ നടുവിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാൻ പറ്റും. ഇതെല്ലാതും പരത്തി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇത് ഓരോന്നെടുത്തിട്ട് അതിൻ്റെ നടുവിൽ ഒരു ഹോൾ ഉണ്ടാക്കണം. നമുക്ക് വടയിലേക്കൊക്കെ ഒരു ഹോൾ ഉണ്ടാവുമല്ലോ, അതുപോലെ. അതൊരു ഭംഗിക്കാണ്, പ്രത്യേകിച്ച് അതുകൊണ്ട് ഇതില്ല. കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ അതോടൊരു ഇഷ്ടം ഇതും തോന്നാൻ വേണ്ടിയിട്ടാണ്. അതിലെല്ലാതും ചെറിയ ഹോളുകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇത് വെളിച്ചെണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ അത് പിന്നെ ചെറിയൊരു ബ്രൗൺ കളറായാൽ മതി. പഴമാണല്ലോ, അതുകൊണ്ട് അത്ര അധികം മൊരിയേണ്ട ആവശ്യമില്ല. നമുക്കിത് അതിൻ്റെ മേലേക്ക് കുറേശ്ശെ എണ്ണ തൂവി കൊടുത്തതിന് ശേഷം നമുക്ക് മറിച്ചിടാം.
രണ്ട് സൈഡും ചെറുതായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് വാങ്ങിയെടുക്കാം. അങ്ങനെ എല്ലാ ഉരുളകളും പരത്തി വെച്ചത് നമുക്കിത് ഇതിലേക്ക് ചുട്ടെടുക്കാം. ഇതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ബനാന സ്വീറ്റ് വട റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും സംശയങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.